കറി ലീവ്സ് ബൈ തുഷാര ഷിനു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗോതമ്പ് മാവ്, ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ശർക്കര കുറച്ച് ഉരുക്കി എടുത്തിട്ടുണ്ട്, ഇതപ്പോൾ 1 കപ്പ് മുഴുവനായിട്ടില്ല. കുറച്ച് തേങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. 3 പാളയംതോടൻ പഴം, മൈസൂർ പഴം എന്നും പറയും. ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, ചെറുപഴം ആയിരുന്നാൽ മതി. അപ്പം ആദ്യം തന്നെ ഈ ഗോതമ്പ് മാവിലേക്ക് ഇത്തിരി ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപഴം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ശർക്കര ഉരുക്കിയതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത്തിരി ലൂസായിട്ടാണ് ഈ ബാറ്ററി ഇരിക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്, അപ്പക്കാരം. നന്നായിട്ടൊന്ന് കുഴച്ച് ചേർക്കുക. ആ ശർക്കര ഉരുക്കിയതും നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് നല്ല ലൂസായിട്ട് ഈ മാവ് കുഴച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക്. നമ്മൾ മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പിട്ടാൽ അത് ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യും. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, ഈ തേങ്ങ ചേർത്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ്, അപ്പൊ ഇഷ്ടമുള്ളവർക്ക് ഇടാം. പിന്നെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ, സമയം ഇല്ലെങ്കിൽ പഴവും ഗോതമ്പ് മാവും ശർക്കരയും കൂടെ ചേർത്തുണ്ടാക്കിയാലും മതി. ഇപ്പൊ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ഈ മാവ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആവുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒത്തിരി നേരം ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ എടുക്കരുത്, കാര്യം അകത്ത് അതിന്റെ ഉൾഭാഗം വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ ഒന്ന് നനച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ആ ബാറ്റർ അതിലോട്ട് ഇടാൻ പറ്റും. ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്, ഇതിനെ നമുക്ക് മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.